ഹലോ. അപ്പോൾ ഉച്ചയ്ക്ക് തട്ടിക്കൂട്ട് കറികൾക്ക് കൂട്ടി എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കഴിച്ചേട്ടാ. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ കറിക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയേ. അങ്ങനെ നമ്മൾ ആദ്യം മാർക്കറ്റിലോട്ട് പോയിട്ട് ആ മീൻ വാങ്ങിക്കാൻ ഓർത്തിട്ട് അവിടെ പോയപ്പോഴത്തേക്കും ആകപ്പാട് കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല വിലയായിരുന്നു കേട്ടോ. പിന്നെ ഐസിലിട്ട പഴകിയ മീനൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് താറാവ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ താറാവൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ബടാ സൈസ് വലിയതായിരുന്നു. നമുക്ക് അത്രയും വേണ്ടല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെറിയ നാടൻ കോഴി കിട്ടിയിട്ട് 1 കിലോയൊക്കെ ഉണ്ടായിരുന്നത് അതാണ് കേട്ടോ മേടിച്ചത്. അവിടെ നിന്ന് വെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളതിൽ മസാലയൊക്കെ പുരട്ടി വയ്ക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് സവാള കട്ടിയതും പിന്നെ ചെറിയുള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് 2 കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചധികം മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത്, പെരുംജീരകം പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ ഗ്രേവി വേണമെങ്കിൽ ആവശ്യത്തിന് ഇത്തിരി ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. അതും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇത്തിരി അത്യാവശ്യം നാടൻ കോഴി ആയതുകൊണ്ട് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൊണ്ട് തൂക്കി കൊടുത്ത കറി റെഡി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഫ്രഷ് ആയിട്ട് മസാല കല്ലിൽ അരച്ചിട്ടാണ് ഈ നാടൻ കോഴിയൊക്കെ വയ്ക്കുന്നത്. ഇവിടെ അങ്ങനെ അരച്ച് വെക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം പൊടിയായി വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്